മനസ്സിലായോ? എനിക്ക് നല്ല പരിചയം തോന്നുന്നു. ആ, ഇപ്പൊ മനസ്സിലായി. അന്ന് ബാറിന് മുമ്പിൽ വെച്ച് കണ്ട ചേച്ചിയല്ലേ? ആ ആള് തന്നെ. അന്ന് എനിക്ക് വേണ്ടിയില്ലേ മോളെ അവന്മാരായിട്ട് തല്ലുപിടിച്ചത്. ഇങ്ങനെ കണ്ടപ്പോ ആ ആളാണോന്ന് സംശയമുണ്ടായിരുന്നു. അന്ന് ചേച്ചി എപ്പോഴാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്? അന്ന് നിങ്ങളെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഒരുപാട് കഴിഞ്ഞിട്ട് എന്നെ വിട്ടത്. ഞാനായിരുന്നു പോലും കുഴപ്പത്തിന് കാരണം. അല്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ളവരെ കണ്ട എല്ലാ എമ്മമാർക്കുള്ളതാ ഒരു പിരിയളക്കം. പിന്നെ അവന്മാരുടെ വായിന്ന് വളിച്ചതും പൊളിച്ചതും ഒക്കെ കേൾക്കേണ്ടി വരും. അന്ന് പിന്നെ നന്ദകുമാർ സാറ് വന്നാ എന്നെ ഇറക്കിയത്. സാറിന്റെ അടുത്ത് പിന്നെ പോലീസുകാരുടെ വിളച്ചിലൊന്നും നടക്കത്തില്ല. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ നല്ല മറുപടി കൊടുക്കും. ആരായി നന്ദകുമാർ സാർ? സാറ് വലിയ വക്കീലാ. പിന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാ. സാറ് കാരണാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് എന്നെ പോലെ മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനൊക്കെ എന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. അത്രയ്ക്ക് ഉപദ്രവമായിരുന്നു വീട്ടുകാരിന്നും നാട്ടുകാരിന്നും എല്ലാവരെയും അനുഭവിക്കേണ്ടി വന്നത്. ചേച്ചിയുടെ പേരെന്താ? എവിടെയാ താമസിക്കുന്നത്? പേര് കൃഷ്ണ. അത് ഞാൻ തന്നെ എനിക്കിട്ട പേരാട്ടോ. വീട്ടുകാരിട്ട പേര് കിരൺകുമാർ എന്നായിരുന്നു. വീടങ്ങ് ബാലരാമപുരത്താ. ഞാനിപ്പോ അങ്ങോട്ടൊന്നും പോവാറില്ല. ഞാൻ ചെല്ലുന്നതും എന്നെ കാണുന്നതും ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ. കിരൺകുമാർ കൃഷ്ണയായിട്ട് എത്ര നാളായി? 4.5 വർഷമായി. എനിക്ക് കൊച്ചിലെ മുതലേ ഇങ്ങനെയാവാനായിരുന്നു താല്പര്യം. അച്ഛൻ അയ്യപ്പനാശാൻ ഒരു ബാല ആർട്ടിസ്റ്റ് ആയിരുന്നു. അച്ഛൻ്റെ കൂടെ റിഹേഴ്സൽ കാണാനും സ്റ്റേജിൽ ബാല കളിക്കുന്നത് കാണാനും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോവായിരുന്നു. അങ്ങനെ ഒരു ദിവസം തോഴിയായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് വന്നില്ല. മോനെ കൊണ്ട് തോഴിയുടെ വേഷം ചെയ്യിക്കാമോന്ന് അച്ഛനോട് സംവിധായകൻ ചോദിച്ചു. അച്ഛന് പേടിയായിരുന്നു. പക്ഷെ പെണ്ണാവാനുള്ള കൊതി കൊണ്ട് ഞാനതങ്ങ് സമ്മതിച്ചു. എൻ്റെ 13ാമത്തെ വയസ്സിലായിരുന്നു. മറ്റുള്ളവർക്കതൊരു വേഷം കെട്ടലായിരുന്നു. പക്ഷേ എനിക്കതെൻ്റെ ജീവിതമായിരുന്നു. ബാല കഴിഞ്ഞിട്ടും എനിക്ക് ആ വേഷം അഴിക്കാൻ പറ്റിയില്ല. പിന്നെ സംവിധായകന്റെ കാല് പിടിച്ച് ഞാൻ ആ വേഷം അങ്ങ് സ്വന്താക്കി. ബാലയില്ലാത്ത ദിവസങ്ങളിലും വീട്ടിൽ ഞാൻ ആ വേഷത്തിൽ നടക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ എല്ലാവരും അത് തമാശയായിട്ട് എടുത്തത്. പക്ഷെ പിന്നീടാണ് എൻ്റെ മനസ്സെന്താണെന്ന് അവർ അറിഞ്ഞത്. അതോടെ വലിയ കലാപമായി കുടുംബത്തില്. സ്റ്റേജിൽ പെണ്ണാവാൻ വേഷമിട്ട് തന്ന അച്ഛൻ തന്നെ ജീവിതത്തിൽ പെണ്ണാവണമെന്ന് പറഞ്ഞപ്പോൾ കട്ടിലിൻ്റെ കാലിൽ കെട്ടിയിട്ട് ഒരു വിറക് കഷ്ണം കൊണ്ട് ഒടിയുന്നത് വരെ എന്നെ അടിച്ചു. അങ്ങനെ എത്രയോ പ്രാവശ്യം. പക്ഷെ എത്രയ്ക്കോ ഉപദ്രവിച്ചിട്ടും ഞാൻ എൻ്റെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഒടുവിൽ എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ അവിടെ ഇവിടെയൊക്കെയായി കുറേ അലഞ്ഞു. ഒടുവിൽ വിശപ്പടക്കാൻ സെക്സ് വർക്ക് ചെയ്യേണ്ട ഗതികേട് എനിക്ക് വന്നു. അന്ന് മതിയാക്കാൻ തീരുമാനിച്ചത് ഞാൻ എൻ്റെ ജീവിതം. ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ചാവാൻ നിൽക്കുമ്പോഴാണ് ദൈവം നന്ദകുമാർ സാറിൻ്റെ രൂപത്തിൽ മുന്നിൽ വന്നത്. ആ ഇരുട്ടിൽ നിന്ന് എന്നെ കൈപിടിച്ചുയർത്തിയത് അദ്ദേഹമാണ്. ഇപ്പോൾ ഈ തൊഴിലെടുത്ത് അന്തസ്സായി ഞാൻ ജീവിക്കുന്നു. എൻ്റെ ഇഷ്ടത്തിനൊത്ത് പെണ്ണായി തന്നെ. സർജറി ഒക്കെ കഴിഞ്ഞോ? ഇല്ല, എത്രയും പെട്ടെന്ന് അതങ്ങ് ചെയ്യണം. അതിനുവേണ്ടി പൈസ ഒപ്പിക്കാനാ ഞാൻ ഈ ഇരുട്ടി വിളക്ക് പണിയെടുക്കുന്നത്. എത്ര കാശ് വേണ്ടി വന്നാലും ഞാനത് ചെയ്യും. ചെയ്യണം. ഞാൻ കഥ പറഞ്ഞ് കൊച്ചിനെ പോരടിപ്പിച്ചല്ലേ? ഏയ്, അതിന് ചേച്ചി പറഞ്ഞത് കഥയല്ലല്ലോ, ജീവിതമല്ലേ. എനിക്ക് ചേച്ചി ഒരുപാടങ്ങ് ഇഷ്ടമായി. എനിക്ക് മോളെയും. എന്നെ അങ്ങനെ വിളിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. നീയും നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണോ? വീട്ടിൽ പറഞ്ഞോ? എന്നിട്ട് ചേച്ചിയുടെ അതേ അവസ്ഥയാ, ഇറക്കി വിട്ടില്ലെന്നേ ഉള്ളൂ. എന്റെ നമ്പർ നോട്ട് ചെയ്തോ? ഫോണിൽ സേവ് ചെയ്തേക്കോ? പറഞ്ഞോ. 9526706806. ആവശ്യം വന്നാ വിളിച്ചോ. ഒറ്റയ്ക്കല്ലെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. പോട്ടെ. ഉച്ചയ്ക്ക് മുമ്പ് ഈ ടിക്കറ്റ് എല്ലാം വിറ്റ് തീർക്കണം. ശരി. ശരി.
ഇല്ല, അവള് കോൾ എടുക്കുന്നില്ല. വേണ്ടെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യണ്ട. ചിലപ്പോ റൈഡി ആയിരിക്കും. അവളെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കയായിരുന്നു. ഇനി ഇരുന്നാൽ ലേറ്റ് ആവും. അശ്വതിയുടെ വീട്ടിൽ കൂടി കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. ഉച്ച കഴിഞ്ഞ് ഇവന് ഡ്യൂട്ടിക്ക് കയറേണ്ടതാ. ഇല്ലെങ്കിൽ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു. ആ സാരമില്ല മമ്മി. നമ്മൾ പോകുന്നതിന് മുമ്പ് അപ്പു വരികയാണെങ്കിൽ അശ്വതി ആന്റിയുടെ വീട്ടിലേക്ക് വരട്ടെ. അവിടെ വെച്ച് കാണാമല്ലോ. ആ, അത് ശരിയാണല്ലോ. ഗീത വരുന്നില്ല അശ്വതിയുടെ അടുത്തേക്ക്? ഇല്ല ഡേസി, ഞാനിവിടെ കുറച്ച് തിരക്കില്ല. അല്ലെങ്കിൽ വരായിരുന്നു. അത് സാരമില്ല. ഗീതയുടെ തിരക്കുകളൊക്കെ നടക്കട്ടെ. ഇനി ഞങ്ങള് കുറച്ചുനാൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇടയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടി കൂടാം.